ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും മറ്റൊരു പ്രഭാതം കൂടി കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകരെ ഹോപ്പ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു വരുന്നത് ദൈവവിഷയത്തിലെ ആത്മീയ സമ്പന്നത എന്ന വിഷയമാണ്. ഈ ആത്മീയ സമ്പന്നത നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുവാനും കർത്താവിൻ്റെ വരനെ ദുരിതപ്പെടുത്തുവാനും ഇടയായിത്തീരണം. ഈ ഭൂമിയിൽ നമുക്ക് നിലനിൽക്കുവാൻ സാധ്യമാകുന്നത് ആത്മീയത മാത്രമാണ്. അതിൽ നമ്മൾ സമ്പന്നരായിരിക്കണം. നമ്മുടെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് വിശ്വാസ ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ, പ്രത്യാശയിൽ, ദൈവവചന പഠനത്തിൽ, ദൈവത്തിൽ ആശ്രയിക്കുന്നതിൽ, ആത്മീയ കാര്യങ്ങളിലെല്ലാം നമ്മൾ ഒരുപാട് മുൻപിൽ ആയിരിക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഭൗതിക വിഷയത്തിൽ നമ്മൾ അല്പം പാപ്പരായിരുന്നാലും ആത്മീയ വിഷയത്തിൽ സമ്പന്നരായിരിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവിക വാഗ്ദത്തങ്ങളിലൂടെയുള്ള വിടുതൽ. നമുക്ക് വിടുതൽ ആവശ്യമാണ്. പക്ഷേ ആ വിടുതൽ പലപ്പോഴും നമുക്ക് ലഭിക്കുന്നത് ദൈവ വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കുമ്പോഴാണ്. പലരുടെയും ജീവിതത്തിൽ വിടുതലില്ലാതെ വരുന്നത്, അനുഗ്രഹമില്ലാതെ വരുന്നത് വാഗ്ദത്തങ്ങളെ മറന്നു പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ടൊരു വാക്യം വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായം 1-ാമത്തെ വാക്യം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായം 1-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ഏത് വാഗ്ദത്തങ്ങളാണ് നമുക്കുള്ളത്? അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. വാഗ്ദത്തങ്ങൾ എന്ന് പറയുന്നത് ദൈവം തൻ്റെ ജനത്തോട് ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടി പ്രാപിച്ചെടുക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ധാരാളം വാഗ്ദത്തങ്ങൾ തിരുവചനത്തിലുണ്ട്. നമ്മുടെ നാം മക്കളോടൊരു കാര്യം പറഞ്ഞാൽ, ഒരു വാഗ്ദത്തം പറഞ്ഞാൽ, നീ പഠിച്ചു മിടുക്കനായ ഞാനത് വാങ്ങിച്ചു തരാം, നീ ആ പരീക്ഷയിൽ ജയിച്ചാൽ ഞാൻ ഇന്നത് തരാം എന്ന് പറയുന്ന ഒരു വാഗ്ദത്തം പ്രോമിസ് ചെയ്യുക. കുട്ടികൾ നമ്മളോട് പറയുകയാണ്, എൻ്റെ കയ്യിലടിച്ച് പ്രോമിസ് ചെയ്യുക, പ്രോമിസ്. അപ്പോൾ ദൈവം തൻ്റെ മക്കളോട് ചെയ്യുന്ന ഒരു വാഗ്ദത്തമാണ് തിരുവചനത്തിലുടനീളം കാണുന്ന. ഈ വാഗ്ദത്തങ്ങൾ നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നതാണ്. ഈ വാഗ്ദത്തങ്ങൾ നമ്മെ ദൈവത്തെ ആശ്രയിക്കാൻ പഠിപ്പിക്കുന്നതാണ്. ഈ വാഗ്ദത്തങ്ങളാണ് നമ്മുടെ മുന്നോട്ടുള്ള ചലനം നിർണ്ണയിക്കുന്നത്. ജീവിക്കണോ വേണ്ടയോ, പോകണമോ വേണ്ടയോ, പഠിക്കണമോ വേണ്ടയോ, ജോലി ചെയ്യണമോ വേണ്ടയോ, ഇതെല്ലാം ഈ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളാണ്. പലപ്പോഴും വാഗ്ദത്തങ്ങളെ അറിയത്തില്ല, അല്ലെങ്കിൽ അറിയുന്നില്ല. നമ്മൾ നിരാശയിലേക്ക് പോകും, പിന്മാറ്റക്കാരായി മാറും, നമ്മുടെ മൈൻഡിൽ നെഗറ്റീവ് എനർജി ഉടലെടുക്കും. പക്ഷെ അതിനെ ജയിക്കുവാൻ കഴിയുന്നതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടി ഒരു പ്രോമിസ് ലാൻഡിനെ നോക്കിയാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ ആ പ്രോമിസ് ലാൻഡിൽ എത്തണമെങ്കിൽ വർഷങ്ങളെടുക്കും. പക്ഷേ അപ്പോഴും ദൈവം അവരെ ഓർപ്പിക്കുകയാണ്, പാലും തേനും ഒഴുകുന്ന പ്രോമിസ് ലാൻഡ്. അവിടെ തീക്കൽ പാറയിൽ നിന്ന് ദൈവം തൻ്റെ ജനത്തിന് കുടിപ്പാൻ വെള്ളം കൊടുത്തു, അവർക്ക് മന്ന കൊടുത്തു, കാടപ്പക്ഷി കൊടുത്തു. അപ്പം അവരെ ക്ഷീണിച്ച് തളരാതെ അവരെ ദൈവത്തിൻ്റെ പ്രോമിസ് ലാൻഡിലേക്ക് എത്തിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. കർത്താവ് നമുക്ക് തരുന്ന വാഗ്ദത്തങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. പൗലോസ് പറയുന്നത്, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജഡത്തിലെ ആത്മാവിലെ കന്മഷം, നമ്മുടെ ജഡത്തിലെ കുറവുകൾ, അകത്തെ മനുഷ്യനായിരിക്കുന്ന ആത്മാവിലെ കുറവുകൾ ഒക്കെ നീക്കി നമ്മെ തന്നെ ദൈവഭയത്തിൽ വെടിപ്പാക്കി വിശുദ്ധിയെ തികയ്ക്കണം. വിശുദ്ധിയിലേക്ക് നമ്മെ കൈപിടിച്ച് നയിക്കേണ്ടതാണ് ഈ വാഗ്ദത്തങ്ങൾ. ഒന്ന്, കർത്താവിൻ്റെ ഏറ്റവും മനോഹരമായൊരു വാഗ്ദത്തം, ബൈബിളിലെ ഏറ്റവും മനോഹരമായൊരു വാഗ്ദത്തം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. കർത്താവ് ശിഷ്യന്മാരോട് പറയുക. കർത്താവ് 3.5 വർഷം ശിഷ്യന്മാരോട് കൂടെ ഉണ്ടായിരുന്നു. അവരെ വിട്ടു പോകുമ്പോൾ കർത്താവിന് പ്രയാസമുണ്ട്.
തങ്ങളുടെ ഗുരു ഞങ്ങളെ ഇട്ടേച്ചു പോകുന്നതിൽ ഗുരുവിനോട് അവർക്കും പ്രയാസമുണ്ട്. അപ്പോൾ ആകപ്പാടെ ഒരു വലിയ തേങ്ങലിൽ നിൽക്കുക, വലിയ വികാര നിർഭരമായ നിമിഷങ്ങളിലാണ്. കർത്താവിന് മരണം സംഭവിക്കരുതേ, കർത്താവ് അങ്ങനെ മരിക്കരുതേ എന്ന് പത്രോസ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടു പോകാൻ പറഞ്ഞു. കർത്താവ് മരിച്ചില്ല എങ്കിൽ മനുഷ്യൻ്റെ രക്ഷാപദ്ധതി സാധ്യമാകുമായിരുന്നില്ല. കർത്താവിനൊരു മരണം സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പത്രോസിന് പ്രയാസമായിരുന്നു. കാരണം ഞങ്ങളുടെ ഗുരു അങ്ങനെ മരിക്കാൻ പറ്റത്തില്ല, ഞങ്ങളുടെ ഗുരു ഞങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും വേണം. ഇതായിരുന്നു പത്രോസിൻ്റെ ചിന്ത. അപ്പോൾ എല്ലാ ശിഷ്യന്മാർക്കും മനസ്സിലായി കർത്താവ് തങ്ങളെ വിട്ടേച്ച് പിതാവിൻ്റെ അടുക്കലേക്ക് പോകും എന്ന് ദൈവം അറിയിച്ചിരുന്നു. കർത്താവ് പാദം ശിഷ്യന്മാരുടെ കഴുകുന്ന വേളയിൽ, അന്ത്യ അത്താഴത്തിനിരിക്കുന്ന വേളയിൽ, ഒലിവുമലയിൽ ഇരിക്കുന്ന വേളയിൽ, കർത്താവ് ഓരോ ഉപമകൾ പറയുന്ന വേളയിലൊക്കെ കർത്താവ് പറയുമായിരുന്നു, ഞാൻ കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും, പിന്നീട് കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണുകയില്ല. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകണം, പോയിട്ട് പരിശുദ്ധാത്മാവിനെ എന്ന് കാര്യസ്ഥനെ അയച്ചു തരാം എന്നെല്ലാം കർത്താവ് പറയുമ്പോഴും അവരെ ബലപ്പെടുത്തുവാൻ, അവരെ ഉറപ്പിക്കുവാൻ, അവരെ ശക്തീകരിക്കുവാൻ, ധൈര്യപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളായിരുന്നു ദൈവം അവർക്ക് നൽകിയിരുന്നത്. കർത്താവ് ഇവിടെ പറയുകയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളാം. ഞാൻ ചോദിക്കട്ടെ പ്രിയ ദൈവമക്കളെ, കർത്താവ് ഇതുവരെ സ്ഥലം ഒരുക്കി തീർന്നില്ലയോ? നമ്മൾ ചിന്തിച്ചേക്കാം. കർത്താവ് സ്ഥലം ഒരുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി അവിടെ വീടുകളാകട്ടെ ബംഗ്ലാവുകളാകട്ടെ അത് പണിയുന്നതിൻ്റെ തിരക്കിലല്ല. കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. പിന്നെ ഇനത്തിനാണ് കർത്താവ് നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോകുന്നത്? ആ വാസസ്ഥലം നമുക്കുണ്ടെങ്കിൽ അത് ഓൾറെഡി അവിടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ കർത്താവ് നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോകുന്നത്? അതിൻ്റെ കാരണം ഇങ്ങനെയാണ് നാം ചിന്തിക്കേണ്ടത്. പിതാവിൻ്റെ ഭവനത്തിലെ വാസസ്ഥലങ്ങളിൽ ആരൊക്കെയാണ് വസിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ പരിശോധനാ ന്യായവിധി ഇതാ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആരെയൊക്കെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ആരൊക്കെ വസിക്കും എന്ന് കർത്താവ് തീരുമാനിക്കുന്ന ഒരു ശുശ്രൂഷയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, ഈ രാവിലെ സമയം കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളെ നാം മറക്കരുത്. നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളാണ്. പലരും നിരാശപ്പെട്ടു പോകാറുണ്ട്. നല്ല വിശ്വാസമുള്ള പലരും, നന്നായി ദൈവവേല ചെയ്ത പലരും, അനേക ശുശ്രൂഷകന്മാരുടെ ചരിത്രങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തും വിദേശ രാജ്യങ്ങളൊക്കെ നടന്ന പല സംഭവങ്ങളും എനിക്കറിയാം. കർത്താവിന് വേണ്ടി ശക്തിയോടെ പ്രവർത്തിച്ച പല ശുശ്രൂഷകന്മാരും അവസാനം നിരാശ ബാധിച്ച് ആത്മഹത്യയിലേക്ക് പലരെയും തള്ളിവിട്ട സംഭവം എനിക്കറിയാം. നിരാശ, നമ്മെ നിരാശപ്പെടുത്തുന്നത് പിശാചാണ്, അവൻ്റെ പ്രവർത്തനമാണ്. അവനാണ് നമ്മുടെ ഹൃദയത്തെ മടുപ്പിക്കുന്നത്, അവനാണ് നമ്മുടെ ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നത്, അവനാണ് നമ്മളെ നിരാശയിലേക്ക് തള്ളിവിടുന്നത്. ആ നിരാശയെ ജയിക്കുവാൻ കഴിയണമെങ്കിൽ ഈ രാവിലെ സമയം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ച് നല്ല അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ലോകത്തിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇരിക്കുന്ന ഇടത്ത്, കർത്താവ് ഇരിക്കുന്ന പിതാവിൻ്റെ വലതുഭാഗത്താ, സ്വർഗത്തിലാ. കർത്താവ് ഇരിക്കുന്ന ഇടത്ത് ഇരിക്കുവാൻ ദൂതന്മാർക്ക് പോലും അനുവാദമില്ല. എത്ര വർഷം കഴിഞ്ഞാലും അവിടെ ഒരു ദൂതന് പോലും അവിടെ ഇരിക്കാനോ സാധിക്കുകയില്ല. ദൂതന്മാർ ദൈവത്തിൻ്റെ ആജ്ഞാനുവർത്തികളായി, ദൈവത്തെ രാപ്പകൽ ആരാധിക്കുന്ന, ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളായിട്ട് ദൂതന്മാർ അവിടെ നിൽക്കുമ്പോൾ
ദൈവം തന്നെ സഭയോട് പറയാണ്, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്താം. എത്ര വലിയൊരു ഭാഗ്യമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. പലപ്പോഴും നാം നമ്മുടെ പദവിയെ മറന്നു പോകാറുണ്ട്. ദൈവം നമ്മെ വിളിച്ച വിളിയെ മറന്നു പോകാറുണ്ട്. ദൈവം നമ്മെ തെരഞ്ഞെടുത്ത ദൈവിക തെരഞ്ഞെടുപ്പിനെ പലപ്പോഴും നാം മറന്നു പോകാറുണ്ട്. പക്ഷെ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയല്ല, സ്വർഗത്തിൽ കൊണ്ടുപോയി എന്നെയും നിങ്ങളെ അതുകൊണ്ട് കാണിക്കുവാൻ വേണ്ടിയല്ല, ദൂതന്മാരുടെ മുമ്പിൽ നമ്മളെ നിർത്തുവാൻ വേണ്ടിയല്ല, മറിച്ച് സ്വർഗത്തിലെ പിതാവിൻ്റെ ഒപ്പമിരിക്കുന്ന പുത്രന്റെ സിംഹാസനത്തിൽ നമ്മെ ഇരുത്തുവാൻ ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ നിങ്ങളെ ഇരുത്താം. കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളെ ഈ രാവിലെ സമയം നാം മുറുകെ പിടിക്കണം. നമുക്കിവിടെ പ്രത്യേകിച്ച് സ്ഥാനമൊന്നും കാണിയാല, ഒരുപക്ഷെ ഇരിക്കാൻ ഒരു വേണ്ട ഇരിപ്പിടം പോലും കാണിയാല. ഇവിടുത്തെ നമ്മുടെ ഇരിപ്പിടം സ്ഥായിയുള്ളതല്ല, അത് പെർമനൻ്റ് അല്ല, അത് താൽക്കാലികമാണ്, ഇന്ന് കണ്ട് നാളെ കാണാത്തതാണ്. പക്ഷെങ്കിൽ ദൈവം നമുക്ക് ഒരുക്കുന്ന ഇരിപ്പിടം അത് എന്നേക്കും സ്ഥിരമായതാണ്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. രണ്ടാമത് കർത്താവ് പറഞ്ഞൊരു വാക്തത്വമുണ്ട്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയില്ല. കർത്താവിൻ്റെ അടുക്കലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നുണ്ടോ? രാവിലെ സമയം നമ്മൾ പലപ്പോഴും മനുഷ്യ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുക, മനുഷ്യൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുന്നു. ഒരു പ്രശ്നം വരുമ്പോൾ ഓടിച്ചെല്ലുക മനുഷ്യൻ്റെ അടുത്തേക്ക്, അയ്യോ സാറേ, അയ്യോ അപ്പച്ച, അമ്മച്ചി, എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് മനുഷ്യരിലേക്ക് കടന്നു ചെല്ലുക. കർത്താവ് പറയുന്നത് കേട്ടോ, എൻ്റെ അടുക്കൽ വരുന്നവരെ. ഈ രാവിലെ സമയം പ്രിയ ദൈവമക്കളെ, കർത്താവിൻ്റെ അടുക്കലേക്ക് വരുവാൻ, കർത്താവിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് കഴിയണം. ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നറിയണം. ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുന്ന ദൈവം ഉണ്ട്. എന്തിനുണ്ട്? ദൈവം അവിടെ ഇരിക്കുന്നുള്ള അർത്ഥമല്ല. എനിക്ക് വേണ്ടി ദൈവമുണ്ട്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയുണ്ട്, എൻ്റെ മക്കൾക്ക് വേണ്ടിയുണ്ട്, എൻ്റെ ആവശ്യത്തിന് വേണ്ടിയുണ്ട്, എൻ്റെ രോഗത്തിന് ദൈവമുണ്ട്, എൻ്റെ പ്രശ്നത്തിന് ദൈവമുണ്ട് എന്ന് ചിന്തിക്കണം. അതാണ് അതിൻ്റെ അർത്ഥം. കർത്താവിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും ഉള്ളത് കൊണ്ടാണല്ലോ വരുന്നത്. പക്ഷെ എൻ്റെ അർത്ഥം, എൻ്റെ എല്ലാ പ്രശ്നത്തിനും ദൈവമുണ്ട്, എൻ്റെ എല്ലാ വേദനകൾക്കും ദൈവമുണ്ട്, എന്നെ നാളുകളായി കാലാകാലങ്ങളായി എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ സകല കാര്യത്തിനും ദൈവമുണ്ട്. ആ ഒരു ഉറപ്പാണ് ഈ രാവിലെ സമയം നാം പ്രാപിക്കേണ്ടത്. അല്ലാതെ പ്രശ്നം വരുമ്പോൾ ദൈവം എന്നെ കൈവിട്ടു, എനിക്കാരുമില്ല, എല്ലാം തകിടം മറിഞ്ഞു, എൻ്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റി, എൻ്റെ പദ്ധതികളെല്ലാം പാളിപ്പോയി എന്ന് പറഞ്ഞ് ഹൃദയം കഠിനപ്പെട്ട് ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുകയല്ല. ഞാനൊരു കാര്യം വളരെ വ്യക്തമായി പറയാം. യേശുവിൻ്റെ അരിമ ശിഷ്യനായിരുന്ന യൂദ നമ്മൾ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് ദാവീദിന് മശികൈക സങ്കീർത്തനം 41-ാം സങ്കീർത്തനം ദാവീദ് എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. ദാവീദിൻ്റെ ഒരു വാക്കാണ്, ഒരു മശികൈക സങ്കീർത്തനം. ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ. ഇതാരെക്കുറിച്ചെന്നറിയാമോ? യൂദയെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. ആ ദൈവത്തിന് നേരെ അവൻ കുതികാൽ ഉയർത്തി. ഞാൻ വളരെ വ്യക്തമായി പറയാം ദൈവമക്കളെ, കർത്താവിൻ്റെ കൂടെ നടന്നിട്ട് കർത്താവിനെ ഒറ്റുകൊടുത്തു. കർത്താവിനെ പടയാളികൾ ആ ഒറ്റുകൊടുത്ത രംഗം വായിച്ചപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. പലപ്പോഴും ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ ഞാൻ അതുപോലെ ഇമോഷണൽ ആകാറുണ്ട്. കാരണം ഗെത്സമനയിൽ പ്രാർത്ഥിക്കുകയാണ് ശിഷ്യന്മാരോടൊന്നിച്ച്. പത്രോസ്, യോഹന്നാൻ, യാക്കോബ് അവിടെയുണ്ട്. നീണ്ട പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരു വലിയ കൂട്ടം ജനം വടിയും വാളുമായി, കുറുവടികളുമായി, ഒരു വലിയ പുരുഷാരം യേശുവിനെ പിടിക്കാൻ വേണ്ടി വരിക. എന്ത് മോശമായ ഒരു പ്രവൃത്തിയാണ്. കർത്താവ് ക്രിമിനലാണോ? കർത്താവ് ആരുടെയെങ്കിലും മോഷ്ടിച്ചെടുത്തോ? കർത്താവ് ഏതെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഒരു പ്രശ്നക്കാരനാണോ? കർത്താവിനെ ഇങ്ങനെ വടിയും വാളും കുറുവടിയുമായിട്ട് ഒരു വലിയ ഗാങ്, ഒരു ജനക്കൂട്ടം യേശുവിനെ പിൻപറ്റുവാൻ അതിന് മുമ്പിൽ നടന്ന്
കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് കർത്താവിൻ്റെ കവിളിൽ ചുംബിച്ചിട്ട്, ഗുരു നിനക്ക് വന്ദനം എന്ന് ചോദിക്കുന്ന ആ വ്യക്തി, ആ യൂദായോട് യേശു ചോദിക്കുന്ന ചോദ്യം ഇതാണ്: സ്നേഹിത, നീ വന്ന കാര്യം എന്താണ്? എത്ര മസൃണമായ ഒരു ബന്ധമാണ് കർത്താവിനുള്ളത്. സ്നേഹിത, നീ വന്ന കാര്യം എന്താണ്? ഞാനൊരു കാര്യം പറയട്ടെ ദൈവമക്കളെ, യേശു കർത്താവിനെ യൂദാ ഒറ്റിക്കൊടുത്തു. പടയാളികൾ ഈസിയായിട്ട് യേശുവിനെ പിടിച്ചു. യേശുവിനെ പിടിച്ചു കെട്ടി, യേശുവിനെ കന്നത്തടിച്ചു, മുഖത്ത് തുപ്പി, ചാട്ടുവാറുകൊണ്ട് യേശുവിനെ പുറം ഒഴിവുചാല് പോലെ കീറി, മുഷ്ടി ചുരുട്ടി റോമൻ പടയാളികൾ യേശുവിനെ കുത്തി, യേശുവിനെ കന്നത്തടിച്ചു. ഇത് കണ്ടിട്ട് യൂദാ അനുതപിച്ചു. യൂദായ്ക്ക് ദുഃഖമുണ്ടായി. ഇത്രയും വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്നോർത്ത് ചെയ്തതല്ല ഞാൻ വിചാരിച്ചു യേശുവിനെ പിടിക്കുമ്പോൾ യേശു പെട്ടെന്ന് ഒരു മാജിക് കാണിച്ച് അവരിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതാണ് യൂദാ ചിന്തിച്ചത്. പക്ഷേ അനുതപിച്ച യൂദാ മനസ്സാന്തരപ്പെട്ടില്ല. പോയി കെട്ടി ഞാൻ ചത്തു. ഞാൻ മനസ്സിലാക്കുന്ന പ്രിയ ദൈവമക്കളെ, ആ യൂദായ്ക്ക് പോലും യേശുവിൻ്റെ അടുക്കൽ വന്നിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ യേശു ഉണ്ട് എന്ന് സധൈര്യത്തോടെ പറയാൻ യൂദായ്ക്കും അവസരമുണ്ടായിരുന്നു. യേശു ഒരിക്കലും യൂദായെ തള്ളിക്കളയുകയില്ലായിരുന്നു. അവൻ അനുതാപം വന്നപ്പോൾ, എൻ്റെ പൊന്നെ യേശുപ്പച്ച, എൻ്റെ ഗുരു എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിവില്ലാതെ പറഞ്ഞുപോയി, പ്രവർത്തിച്ചു പോയി എന്ന് പറഞ്ഞാലും അവനെ ചേർത്ത് പിടിച്ച്, സ്നേഹിത, സാരമില്ല മകനെ, ഇതെല്ലാം പ്രവചന നിവൃത്തിയാണ് എന്ന് പറഞ്ഞ് യേശു അവനെ ചേർത്ത് പിടിക്കുമായിരുന്നു. പക്ഷേ അവൻ അതിന് തുനിഞ്ഞില്ല. അവൻ എന്നേക്കുമായി പോയി അവൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. പ്രിയ ദൈവമക്കളെ, കർത്താവിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കണം. എല്ലാത്തിനും ദൈവമുണ്ട്. നിങ്ങളുടെ തകർച്ചയെ മാറ്റുവാൻ, നിങ്ങളുടെ ദാരിദ്ര്യം മാറ്റുവാൻ, നിങ്ങളുടെ രോഗം മാറ്റുവാൻ, നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിപ്പാൻ, അവർക്ക് ബുദ്ധിയും ജ്ഞാനവും കൊടുക്കുവാൻ, നിങ്ങളെ ആത്മീയത്തിൻ്റെ ഉന്നതിയിലേക്ക് നയിക്കുവാൻ ദൈവമുണ്ട്. ആ ഒരു വിശ്വാസം ഈ രാവിലെ സമയം നിങ്ങളെ ഭരിക്കണം പ്രിയ ദൈവമക്കളെ. പലപ്പോഴും പല പ്രശ്നത്തിനും ദൈവമില്ല, ദൈവത്തെ കൊണ്ട് പറ്റത്തില്ല, ദൈവം എൻ്റെ വഴി അടച്ചു, ദൈവം എന്നെ മറന്നു കളഞ്ഞു, ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല, ദൈവനോട് കരുണ കാണിക്കുന്നില്ല എന്നാണ് പലപ്പോഴും നാം ചിന്തിക്കുന്നത്. ഞാനും അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയ സമയങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. വലിയ വളരെ പ്രതികൂലം നിറഞ്ഞ സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ദൈവം ക്രൂരനാണ്, ദൈവത്തിന് കഴിയത്തില്ല, ദൈവം മുഖപക്ഷമുള്ള ദൈവമാണ് എന്ന് ഒരിക്കൽ പറഞ്ഞ സമയം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് പറയുന്നു, ദൈവം എല്ലാറ്റിനും മതിയായവനാണ്, സകലത്തിനും മതിയായവനാണ്. ദൈവത്തിന് പരിഹരിക്കാത്ത ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ടാണ് യേശുവിൻ്റെ വാഗ്ദത്തം നമ്മളോട് വിശ്വസിക്കാൻ പറയുന്നത്. എന്താണ് പറയുന്നത്? എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഏതെങ്കിലും വ്യക്തിയെ യേശു തള്ളിക്കളഞ്ഞു? ശവക്കല്ലറയിൽ പാർക്കുന്ന മനുഷ്യൻ, കല്ലുകൊണ്ട് ഇടിച്ച് ചതച്ച് ശരീരം മുഴുവൻ ചതഞ്ഞിരിക്കുന്ന മനുഷ്യൻ, ഇരുമ്പ് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട മനുഷ്യൻ, നാട്ടുകാർക്കും വീട്ടുകാർക്കും പേടി സ്വപ്നം, ഗദർദേശത്ത് പാർക്കുന്ന ലഗ്യോൻ, അവനോട് യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ അവനെ മാറ്റി നിർത്ത്, അവൻ്റെ വാസം ശവക്കല്ലറയിലാണ്, ആ ഭ്രാന്തനെ മാറ്റി നിർത്ത് എന്ന് യേശു പറഞ്ഞില്ല. യേശുവിന് മാത്രമേ പറയാതിരിക്കാൻ സാധിക്കുകയുള്ളൂ. ആരായാലും അവനെ ഓടിച്ച് അവനെ അകറ്റി ഓടിക്കും. പക്ഷെ യേശു അവനെ ചേർത്ത് പിടിച്ചു. അവനോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ നെയിം? സഹോദര, നിന്റെ പേരെന്താണ്? അവനൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, അവനൊരു അഡ്രസ്സുണ്ട്, അവനൊരു പേരുള്ളവനാണ്. അവൻ ഇന്ന് സമനില തെറ്റിയവനായിട്ടുണ്ട്. ചെങ്ങലയിലാണവൻ, അവൻ ശവക്കല്ലറയിലാണ്, അവൻ്റെ വസ്ത്രം മുഷിഞ്ഞ വസ്ത്രമാണ്. പക്ഷെങ്കിൽ അവനെ അവൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ട. എങ്കിലും അവനെ സൃഷ്ടിച്ച ദൈവത്തിനറിയാം അവനൊരു പേരുണ്ടെന്ന്. കർത്താവ് പറയുന്നത്, എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയില്ല. മൂന്നാമത് കർത്താവ് പറയുന്ന വാഗ്ദത്തം ഇതാണ്: ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഇതായിരിക്കണം പ്രിയ ദൈവമക്കളെ നമ്മുടെ വിശ്വാസം. കർത്താവിൻ്റെ ശിഷ്യന്മാർ 3.5 വർഷക്കാലം കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്നു. കർത്താവിനെ ഇട്ടേച്ച് ആരോരും ഇല്ലാത്തവരെ പോലെ
കർത്താവരെ ഇട്ടേച്ച് പോകുകയല്ല ചെയ്തത്. അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. നിങ്ങൾ കരയരുത്, നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ പിതാവിനോട് യാചിക്കണം. ഞാൻ ദൈവത്തിൽ പിതാവിനോട് മേടിച്ച് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ കാര്യസ്ഥനെ അയക്കാം. ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ അന്ത്യം വരെ വഴി നടത്തും. നമ്മുടെ ജീവിതത്തിലെ വാഗ്ദത്തങ്ങളെ എത്രമാത്രം നാം മനസ്സിലാക്കുന്നവരാണ്. പലരും വിശ്വാസത്തിൽ പതറിപ്പോകുന്നത്, പലർക്കും ബൈബിൾ വായിച്ചിട്ടും സമാധാനത്തിലേക്ക് എത്തുവാൻ കഴിയാതെ വരുന്നത്, ജീവിതത്തെക്കുറിച്ച് ഒരു പുത്തൻ പ്രതീക്ഷ ഇല്ലാതെ പോകുന്നത് വാഗ്ദത്തങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. ധാരാളം വാഗ്ദത്തങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. ഡോണ്ട് ലുക്ക് അറ്റ് അവർ ലിമിറ്റേഷൻസ്. നമ്മുടെ പരിമിതികളിലേക്ക് നോക്കല്ല്. ലുക്ക് അറ്റ് ദ പ്രോമിസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലേക്ക് നോക്കുക. അത് നിങ്ങളോട് സംസാരിക്കും, അത് നിങ്ങളെ വഴി നടത്തും, അത് നിങ്ങളെ ഉയർത്തും, അത് നിങ്ങളെ ശക്തീകരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ വാഗ്ദത്തം, ബൈബിളിലെ ഏറ്റവും ശക്തമായ വാഗ്ദത്തം ഇതാണ്: നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയില്ല, നദി നിന്റെ മേൽ കവിയുകയില്ല, പെരുവെള്ളം നിന്നെ മുക്കിക്കളയുകയില്ല. ഞാൻ നിന്റെ നീതിയുള്ള വലം കൈക്ക്, എൻ്റെ നീതിയുള്ള കൈകൊണ്ട് ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ഈ രാവിലെ സമയം അതിശക്തമായ പ്രശ്നങ്ങൾ, വെന്തുപോകുന്ന അനുഭവം, മരുഭൂമിയുടെ അനുഭവം, നീറിപ്പുകയുന്ന അനുഭവം, ചതഞ്ഞ ഓടെ ഓടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്തിക്കളയാത്തവൻ നമ്മുടെ ദൈവം മാത്രമാണ്. നമ്മളാണെങ്കിൽ പുകയുന്നതിനെ കെടുത്തിക്കളയും. എത്ര നാൾ തൊട്ട് ഇത് പുകഞ്ഞുകൊണ്ടിരിക്കുക, ഇതിനെ നമ്മൾ തല്ലിക്കെടുത്തും. അവൻ പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, ചതഞ്ഞ് ജീവനില്ലാതെ, അതേ പ്രയോജനമില്ലാതിരിക്കുന്ന ആ ചതഞ്ഞ ഓട ഒടിച്ചു കളയത്തില്ല. അവൻ ഇന്നല്ലെങ്കിൽ നാളെ ബലപ്പെടും, ശക്തിപ്പെടും എന്ന പ്രതീക്ഷയിൽ ചേർത്ത് പിടിക്കുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവവാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കാം. ദൈവവാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കാം. നമ്മെ ശക്തീകരിക്കും, നമുക്കൊരു പോസിറ്റീവ് എനർജി നൽകുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളാണ്. ആ വാഗ്ദത്തത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. അവിടുത്തെ മക്കളാണെന്ന് ഞങ്ങൾക്കൊരിക്കൽ കൂടി അവിടുത്തെ തിരുസലേക്ക് അടുക്കുവാൻ ഞങ്ങളെ സഹായിച്ചത് ഓർത്ത് സ്തോത്രം. അവിടുത്തെ വാഗ്ദത്തങ്ങൾക്കായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ആ വാഗ്ദത്തങ്ങൾ ഞങ്ങളെ കർത്താവിനോട് അടുപ്പിക്കുവാൻ, ആ വാഗ്ദത്തങ്ങൾ ഞങ്ങളെ ദൈവത്തിൽ ആശ്രയിപ്പിക്കുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ നിങ്ങളെ ഇരുത്താമെന്നുള്ള ആ വലിയ വാഗ്ദത്തം ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് കർത്താവിൽ ആശ്രയിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കുറവുകളും ബലഹീനതകളും ക്ഷമിക്കണം, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണം. ഇന്ന് പകലിൽ വചനം കേട്ട എല്ലാ മക്കളെയും ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും അവിടുത്തെ പ്രിയപുത്രനായിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഹോപ്പ് ചാനലിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇവിടുന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ഓരോ പ്രോഗ്രാമും നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ നിങ്ങളെ കൂടുതൽ ദൈവത്തിൽ അടുപ്പിക്കുവാൻ ഇടയായി തീരട്ടെ. എല്ലാവർക്കും നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ആമേൻ.